ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യോഹന്നാൻ എഴുതിയ സുവിശേഷം നമുക്ക് പഠിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം ആമുഖം ആണ് നാം ഇപ്പോൾ പഠിക്കുന്നത്. 2026 ലോഗോസ് ക്വിസ് പരീക്ഷയുടെ പഠനഭാഗമാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 1 മുതൽ 12 വരെയുള്ള അധ്യായങ്ങൾ. 1 മുതൽ 12 വരെയുള്ള അധ്യായങ്ങൾ ഞാൻ വായിച്ച് റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യക്കാർക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൻ്റെ ആമുഖം നമുക്ക് ഇപ്പോൾ പഠിക്കാം. ആമുഖം: യേശുവിൻ്റെ ശിഷ്യനായ യോഹന്നാനാണ് 4-ാമത്തെ സുവിശേഷത്തിൻ്റെ ഗ്രന്ഥകർത്താവ് എന്ന് പാരമ്പര്യം സാക്ഷ്യപ്പെടുത്തുന്നു. ഗ്രന്ഥകർത്താവിനെ യേശുവിൻ്റെ ശ്രേഷ്ഠ ശിഷ്യനായും അവിടുത്തെ ജീവിതത്തിലെ സംഭവങ്ങൾക്ക് ദൃക്സാക്ഷിയായും ചിത്രീകരിക്കുന്ന 2 സന്ദർഭങ്ങൾ സുവിശേഷത്തിൽ തന്നെ കാണുന്നുണ്ട്. യോഹന്നാൻ 19:35, 21-24. AD 95 എഫേസൂസിൽ വച്ച് ഇതിൻ്റെ രചന പൂർത്തിയായിരിക്കണം എന്നാണ് പൊതുവെയുള്ള പണ്ഡിതമതം. ഈ സുവിശേഷം രചിച്ചതിൻ്റെ ഉദ്ദേശ്യം ഗ്രന്ഥകർത്താവ് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുക നിമിത്തം നിങ്ങൾക്ക് അവൻ്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ്. 20-ാം അധ്യായം 30 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ യേശുവിൻ്റെ വ്യക്തിത്വത്തെ വെളിപ്പെടുത്തുന്ന അവിടുത്തെ വാക്കുകളും പ്രവൃത്തികളുമാണ് ഈ സുവിശേഷത്തിൻ്റെ ഉള്ളടക്കം. ഇവയുടെ ബാഹ്യമായ വിശദാംശങ്ങളിൽ തങ്ങി നിൽക്കാതെ ആന്തരികാർത്ഥത്തിലേക്ക് ചുഴിഞ്ഞിറങ്ങി യേശുവിൽ പൂർത്തിയായ രക്ഷാകര രഹസ്യം വെളിപ്പെടുത്താനാണ് ഗ്രന്ഥകർത്താവിൻ്റെ ശ്രമം. അങ്ങനെ എല്ലാവരും യേശുവിൻ്റെ വ്യക്തിത്വത്തെ അതിൻ്റെ എല്ലാ സവിശേഷതകളോടും കൂടി മനസ്സിലാക്കി വിശ്വാസത്തിൽ എത്തിച്ചേരണമെന്നും അതുവഴി നിത്യജീവനിൽ പങ്കുചേരാൻ ഇടയാകണമെന്നും അദ്ദേഹം അഭിലഷിക്കുന്നു. ഇക്കാരണത്താൽ വിശ്വാസത്തിൻ്റെ സുവിശേഷമെന്നും ജീവൻ്റെ സുവിശേഷമെന്നും ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട്. ശിഷ്യന്മാരുടെ മുമ്പാകെ പ്രവർത്തിച്ച അടയാളങ്ങളുടെ ഒരു പരമ്പരയായിട്ടാണ് യേശുവിൻ്റെ പ്രവർത്തനങ്ങളെ സുവിശേഷകൻ കാണുന്നത്. ഈ കാഴ്ചപ്പാടിനിണങ്ങിയ ശൈലിയിൽ സാംസ്കാരികവും മതപരവുമായ സിദ്ധാന്തങ്ങളുടെയും ഭാഷാ സങ്കേതങ്ങളുടെയും സഹായത്തോടെ തൻ്റെ ക്രിസ്ത്യാനുഭവത്തിലെ അടിസ്ഥാന ഘടകങ്ങൾ വിശദീകരിക്കുകയാണ് അദ്ദേഹം. ഈ പരിശ്രമത്തിൽ ജ്ഞാനവാദം, ദ്വൈതവാദം, യഹൂദചിന്ത, യവനചിന്ത തുടങ്ങിയ സമകാലീന ചിന്താധാരകളും അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുള്ളതായി കാണുന്നു. 4-ാം സുവിശേഷത്തെ പ്രധാനമായും അടയാളങ്ങളുടെ പുസ്തകം 1 മുതൽ 1-ാം അധ്യായം 19 മുതൽ 12 വരെ 50-ാം വാക്യം, മഹത്വത്തിൻ്റെ പുസ്തകം 13-ാം അധ്യായം 1 മുതൽ 20 വരെയും പിന്നെ 31-ാം വാക്യവും എന്നിങ്ങനെ 2 ഭാഗങ്ങളായി തിരിക്കാം. യേശു പരസ്യ ജീവിതകാലത്ത് പ്രവർത്തിച്ച നിരവധി അത്ഭുതങ്ങളിലൂടെ പിതാവായ ദൈവത്തിൻ്റെ ആവിഷ്കരണമായി തന്നെ അവതരിപ്പിക്കുന്നതാണ് അടയാളങ്ങളുടെ പുസ്തകത്തിലെ പ്രതിപാദ്യം. കുരിശുമരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിലേക്കുള്ള യേശുവിൻ്റെ കടന്നുപോകലാണ് മഹത്വത്തിൻ്റെ പുസ്തകത്തിൽ വിവരിക്കുന്നത്. കൂടാതെ ഒരു ആമുഖവും 1-ാം അധ്യായം 1 മുതൽ 18 വരെയും ഒരു അനുബന്ധവും 21-ാം അധ്യായം 1 മുതൽ 25 വരെ ഈ സുവിശേഷത്തിനുണ്ട്. പ്രിയ കൂട്ടുകാരെ, നമുക്ക് ആദ്യം മുതൽ ഒന്നുകൂടെ നോക്കാം. യേശുവിൻ്റെ ശിഷ്യനായ യോഹന്നാനാണ് 4-ാമത്തെ സുവിശേഷത്തിൻ്റെ കർത്താവ് എന്ന് പാരമ്പര്യം സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പോൾ യേശുവിൻ്റെ ശിഷ്യനായ യോഹന്നാനാണ് 4-ാമത്തെ സുവിശേഷത്തിൻ്റെ കർത്താവ് എന്ന് പാരമ്പര്യം സാക്ഷ്യപ്പെടുത്തുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം വരാം, 4-ാമത്തെ സുവിശേഷത്തിൻ്റെ കർത്താവ് ആരെന്നാണ് പാരമ്പര്യം സാക്ഷ്യപ്പെടുത്തുന്നത്? ഇനി ഗ്രന്ഥകർത്താവിനെ യേശുവിൻ്റെ ശ്രേഷ്ഠ ശിഷ്യനായും അവിടുത്തെ ജീവിതത്തിലെ സംഭവങ്ങൾക്ക് ദൃക്സാക്ഷിയായും ചിത്രീകരിക്കുന്ന 2 സന്ദർഭങ്ങൾ സുവിശേഷത്തിൽ തന്നെ കാണുന്നുണ്ട്. അപ്പം യേശുവിൻ്റെ ശ്രേഷ്ഠ ശിഷ്യനായും യേശുവിൻ്റെ ജീവിതത്തിലെ സംഭവങ്ങൾക്ക് ദൃക്സാക്ഷിയായും ചിത്രീകരിക്കുന്ന 2 സന്ദർഭങ്ങൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. ഒന്ന് യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 35-ാം വാക്യത്തിലും 21-ാം അധ്യായം 24-ാം വാക്യത്തിലുമാണ്. നമുക്ക് അതൊന്ന് എടുത്തു നോക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 35-ാം വാക്യം എന്നെ നോക്കാം കേട്ടോ. 19-ാം അധ്യായം
19 5-ാമത്തെയും 19-ാമത്തെയും 35 വാക്യം 19, 35 19-ാമത്തെ 35 വാക്യം നോക്കി. അത് കണ്ടയാൾ തന്നെയാണ് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അവൻ്റെ സാക്ഷ്യം സത്യവുമാണ്. നിങ്ങളും വിശ്വസിക്കേണ്ടതിനു താൻ സത്യമാണ് പറയുന്നതെന്ന് അവൻ അറിയുകയും ചെയ്യുന്നു. ആ തിരുവചനമാണ് യേശുവിൻ്റെ പാർശ്വം പിളർക്കപ്പെടുന്നത്. അതായത് അത് അന്ന് സാപത്തിനുള്ള ആ ഭാഗങ്ങളാണ് കേട്ടോ. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 24-ാം വാക്യത്തിൽ എന്താണെന്ന് നോക്കാം. ഈ ശിഷ്യൻ തന്നെയാണ് ഈ കാര്യങ്ങൾക്ക് സാക്ഷ്യം നൽകുന്നതും ഇവ എഴുതിയതും. അവൻ്റെ സാക്ഷ്യം സത്യമാണെന്നു ഞങ്ങൾക്കറിയാം. അപ്പോൾ ഇങ്ങനെ 2 വചനങ്ങളാണ്. യേശുവിൻ്റെ ശിഷ്യനാണ് ഈ ഗ്രന്ഥകർത്താവെന്ന് സാക്ഷ്യപ്പെടുത്തുന്നതെന്ന് നമുക്ക് മനസ്സിലാകാനായിട്ട് പ്രത്യേകം പറഞ്ഞു. AD 95 എഫേസൂസിൽ വെച്ച് ഇതിൻ്റെ രചന പൂർത്തിയായിരിക്കണമെന്നാണ് പൊതുവെയുള്ള പണ്ഡിത മതം. അപ്പോൾ ഇത് AD 95 എഫേസൂസിൽ വെച്ചാണ് രചന പൂർത്തിയായത്. ഈ സുവിശേഷം രചിച്ചതിൻ്റെ ഉദ്ദേശം ഗ്രന്ഥകർത്താവ് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുക നിമിത്തം നിങ്ങൾക്ക് അവൻ്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ്. 20-ാം അധ്യായം 30-31 വാക്യങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പം നോക്കിയേ, ഇനി യേശുവിൻ്റെ വ്യക്തിത്വത്തെ വെളിപ്പെടുത്തുന്ന അവിടുത്തെ വാക്കുകളും പ്രവൃത്തികളുമാണ് ഈ സുവിശേഷത്തിൻ്റെ ഉള്ളടക്കം. അപ്പോൾ ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ഉള്ളടക്കം എന്താണ്? യേശുവിൻ്റെ വ്യക്തിത്വത്തെ വെളിപ്പെടുത്തുന്ന അവിടുത്തെ വാക്കുകളും പ്രവൃത്തികളുമാണ്. ഇവയുടെ ബാഹ്യമായ വിശദാംശങ്ങളിൽ തങ്ങി നിൽക്കാതെ ആന്തരാർത്ഥത്തിലേക്ക് ചുഴിഞ്ഞിറങ്ങി യേശുവിൽ പൂർത്തിയായ രക്ഷാകര രഹസ്യം വെളിപ്പെടുത്താനാണ് ഗ്രന്ഥകർത്താവിൻ്റെ ശ്രമം. അപ്പോൾ യേശുവിൽ പൂർത്തിയായ രക്ഷാകര രഹസ്യം വെളിപ്പെടുത്താനാണ് ഗ്രന്ഥകർത്താവിൻ്റെ ശ്രമം. അങ്ങനെ എല്ലാവരും യേശുവിൻ്റെ വ്യക്തിത്വത്തെ അതിൻ്റെ എല്ലാ സവിശേഷതകളോടും കൂടി മനസ്സിലാക്കി വിശ്വാസത്തിൽ എത്തിച്ചേരണമെന്നും അതുവഴി നിത്യജീവനിൽ പങ്കുചേരാൻ ഇടയാകണമെന്നും അദ്ദേഹം അഭിലഷിക്കുന്നു. ഇക്കാരണത്താൽ വിശ്വാസത്തിൻ്റെ സുവിശേഷമെന്നും ജീവൻ്റെ സുവിശേഷമെന്നും ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട്. അപ്പോൾ അത് നമുക്ക് പഠിക്കാം. യോഹന്നാൻ്റെ സുവിശേഷത്തെ എന്തൊക്കെ പേരുകളിലാണ് അറിയപ്പെടുന്നത്? വിശ്വാസത്തിൻ്റെ സുവിശേഷമെന്നും ജീവൻ്റെ സുവിശേഷമെന്നും വിശേഷിപ്പിക്കാം. അതെന്തുകൊണ്ടാണ്? യേശുവിൻ്റെ വ്യക്തിത്വത്തെ അതിൻ്റെ എല്ലാ സവിശേഷതകളോടുകൂടി മനസ്സിലാക്കി വിശ്വാസത്തിൽ എത്തിച്ചേരണമെന്നും അതുവഴി നിത്യജീവനിൽ പങ്കുചേരാൻ ഇടയാകണമെന്നും അദ്ദേഹം അഭിലഷിക്കുന്നു. അപ്പോൾ ഇത് വായിക്കുന്നവർ യേശുവിലെ വിശ്വാസത്തിൽ ആഴപ്പെടണമെന്നും അങ്ങനെ നിത്യജീവനിൽ പങ്കുകാരാകണമെന്നും ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇപ്രകാരം സുവിശേഷം എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ സുവിശേഷത്തെ എങ്ങനെയാണ് വിളിക്കുന്നത്? വിശ്വാസത്തിൻ്റെ സുവിശേഷമെന്നും ജീവൻ്റെ സുവിശേഷമെന്നും വിശേഷിപ്പിക്കുന്നു. ഇനി ശിഷ്യന്മാരുടെ മുമ്പാകെ പ്രവർത്തിച്ച അടയാളങ്ങളുടെ ഒരു പരമ്പരയായിട്ടാണ് യേശുവിൻ്റെ പ്രവർത്തനങ്ങളെ സുവിശേഷകൻ കാണുന്നത്. ഈ കാഴ്ചപ്പാടിനിടങ്ങിയ ശൈലിയിൽ സാംസ്കാരികവും മതപരവുമായ സിദ്ധാന്തങ്ങളുടെയും ഭാഷാസങ്കേതങ്ങളുടെയും സഹായത്തോടെ തൻ്റെ ക്രിസ്തുവാനുഭവത്തിലെ അടിസ്ഥാന ഘടകങ്ങൾ വിശദീകരിക്കുകയാണ് അദ്ദേഹം. ഈ പരിശ്രമത്തിൽ ജ്ഞാനവാദം, ദ്വൈതവാദം, യഹൂദചിന്ത, യവനചിന്ത തുടങ്ങിയ സമകാലീന ചിന്താധാരകളും അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുള്ളതായി കാണുന്നു. അപ്പം യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ രചനയിൽ സുവിശേഷകനെ സ്വാധീനിച്ചിട്ടുള്ളതായ ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ജ്ഞാനവാദം, ദ്വൈതവാദം, യഹൂദചിന്ത, യവനചിന്ത. ജ്ഞാനവാദം, ദ്വൈതവാദം, യഹൂദചിന്ത, യവനചിന്ത തുടങ്ങിയ സമകാലീന അന്നത്തെ കാലഘട്ടത്തിലുണ്ടായിരുന്ന തുടങ്ങിയ ചിന്താധാരകളും അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുള്ളതായി കാണുന്നു. ഇനി 4-ാം സുവിശേഷത്തെ പ്രധാനമായും അടയാളങ്ങളുടെ പുസ്തകമെന്നും മഹത്വത്തിൻ്റെ പുസ്തകം എന്നിങ്ങനെ 2ആയി തരംതിരിക്കാം. 4-ാം സുവിശേഷത്തെ അടയാളങ്ങളുടെ പുസ്തകമെന്നും മഹത്വത്തിൻ്റെ പുസ്തകമെന്നും 2ആയി തരംതിരിക്കാം. ഇനി അടയാളങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം 19 മുതൽ 12-ാം അധ്യായം 50 വരെയും, ഇനി മഹത്വത്തിൻ്റെ പുസ്തകം 13-ാം അധ്യായം 1 മുതൽ 20-ാം അധ്യായം 31 വരെയും എന്താണ്
മഹത്വത്തിൻ്റെ പുസ്തകമാണ്. ഇനി യേശു പരസ്യ ജീവിതകാലത്ത് പ്രവർത്തിച്ച നിരവധി അത്ഭുതങ്ങളിലൂടെ പിതാവായ ദൈവത്തിൻ്റെ ആവിഷ്കരണമായി തന്നെ അവതരിപ്പിക്കുന്നതാണ് അടയാളങ്ങളുടെ പുസ്തകത്തിലെ പ്രതിപാദ്യം. കുരിശുമരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിലേക്കുള്ള യേശുവിൻ്റെ കടന്നുപോകലാണ് മഹത്വത്തിൻ്റെ പുസ്തകത്തിൽ വിവരിക്കുന്നത്. കൂടാതെ ഒരു ആമുഖവും ഒരു അനുബന്ധവും ഈ സുവിശേഷത്തിനുണ്ട്. അപ്പോൾ ആമുഖം 1-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള ഭാഗങ്ങളും അനുബന്ധം 21-ാം അധ്യായം 1 മുതൽ 25 വരെയുള്ള ഭാഗങ്ങളും ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയാണ് യോഹന്നാൻ്റെ സുവിശേഷം ആമുഖത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അത് നമുക്ക് പഠിക്കാം. അതിനുശേഷം നോക്കൂ, ഞാൻ 1 മുതൽ 12 വരെയുള്ള അധ്യായങ്ങൾ കയറ്റിയിട്ടിട്ടുണ്ട്. ബാക്കി ലോഗോസ് ക്വിസ് പഠന ഭാഗങ്ങൾ കൂടി അപ്ലോഡ് ചെയ്യണമെന്നതാണ് എൻ്റെ ആഗ്രഹം. കേട്ട് വായിച്ച് പഠിച്ച് ലോഗോസ് ക്വിസിന് നല്ല മാർക്ക് മേടിക്കുമല്ലോ. ദൈവത്തിന് സ്തുതി.